തിരുവനന്തപുരം അമ്പലമുക്കിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി. ഇന്നലെ നിങ്ങൾക്കറിയാം, ഈ വാർത്ത നമ്മൾ ഇന്നലെയും പറഞ്ഞിരുന്നു. അതിൻ്റെ പിന്നാലെ കഴക്കൂട്ടം മെഡിക്കൽ കോളേജ് പ്രദേശങ്ങളിൽ ജലവിതരണം നിലച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. പൊട്ടിയ പൈപ്പിൻ്റെ അറ്റകുറ്റപ്പണികളും വാട്ടർ അതോറിറ്റി ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി എസ് വിനേഷ് കുമാർ തിരുവനന്തപുരം നിന്ന് ചേരുന്നു. വിനേഷ്, ഇപ്പോൾ ഉള്ളൂരും കഴക്കൂട്ടത്തും മാത്രമേ പ്രശ്നമുള്ളൂ. ഈ അമ്പലമുക്കിൽ പൈപ്പ് പൊട്ടിയതിൻ്റെ കാരണം എന്തായിരുന്നു? ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, ഇത് തിരുവനന്തപുരം ചെങ്കോട്ട പാതയിലാണ് ഇപ്പോൾ പൈപ്പ് പൊട്ടിയിരിക്കുന്നത്. പൈപ്പ് 900 mm വരുന്ന പൈപ്പാണ് പൊട്ടിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റി അധികൃതർ പറയുന്നത്. ഇന്നലെ വൈകുന്നേരമാണ് പൈപ്പ് പൊട്ടിയിട്ടുള്ളത്. കഴക്കൂട്ടം ശ്രീകാര്യം മെഡിക്കൽ കോളേജ് ഭാഗത്തൊന്നും തന്നെ ഇപ്പോൾ വെള്ളമില്ല. ഇവിടെ എല്ലാം തന്നെ ജലവിതരണം നിലച്ചിട്ടുണ്ട്. കഴക്കൂട്ടത്ത് 20 വാർഡുകളിൽ ജലവിതരണം നിലച്ചതിനാൽ ടാങ്കറുകളിലാണ് ഇപ്പോൾ ഇവിടെ വെള്ളം എത്തിക്കുന്നത്. ഇപ്പോഴും ഇവിടെ പൈപ്പ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പൊട്ടിയ പൈപ്പിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല. ഇപ്പോഴും അതായത് മണ്ണ് കുഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് പ്രധാന പാതയാണിത്. ഇവിടെ ഒരു റോഡിന് നടുവിലാണ് ഈ പൈപ്പ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഗതാഗതത്തെയും ഇത് സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലേക്കും അതുപോലെ തന്നെ ചെങ്കോട്ടയിലേക്കും നെടുമങ്ങാട് ഭാഗങ്ങളിലേക്കും പേരൂർക്കടയ്ക്കെല്ലാം പോകുന്ന ഒരു പാതയാണിത്. അതുകൊണ്ട് തന്നെ റോഡിന് നടുവിലായതുകൊണ്ട് തന്നെ അത് കാര്യമായി ഗതാഗതത്തെയും ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ ഇതിന് യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെയാണ് വാട്ടർ അതോറിറ്റി ഇതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള ശ്രമം ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും പൈപ്പിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ പൈപ്പ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഈ പൈപ്പിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. ഇതിന്റെ ലീക്ക് ഇനി പൂർണ്ണമായും എവിടെയാണ് ലീക്ക് എന്നുള്ളത് കണ്ടെത്തണം. കാരണം ഇവിടേക്കുള്ള ജലവിതരണം താൽക്കാലികമായി നിർത്തിയിട്ടുണ്ട്. ഇനി ഇത് കണ്ടെത്തി ഈ ലീക്കായ ഭാഗം അടയ്ക്കേണ്ടതുണ്ട്. 2 മാസം മുമ്പ് സമാനമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഏകദേശം ഒരാഴ്ചത്തോളം സമയമെടുത്തുകൊണ്ടാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇത്തവണ ഇത് പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് വാട്ടർ അതോറിറ്റി അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതിന്റെ നടപടിക്രമങ്ങൾ ഇന്നലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ പൂർണ്ണമായി ഇവിടുന്ന് മണ്ണ് നീക്കം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ആരംഭിച്ചിട്ടുള്ളത്. SKN. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.